നമ്മുടെയൊക്കെ ലൈഫിലെ ഏറ്റവും പ്രിയപ്പെട്ടത് ആരാണ്? ഞാൻ നിങ്ങളോട് ചോദിക്കുക, ഒന്ന് കമൻറ്റ് ചെയ്യുമോ? നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് നമ്മൾ തന്നെയാണ്. പക്ഷെ നമുക്ക് വേണ്ടിയിട്ട് സമയം കൊടുക്കാൻ നമ്മളിന്ന് മറന്നു പോകണില്ലേ? ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ചോദിച്ചെന്നറിയാമോ? ഞാൻ പല സമയത്തും എനിക്ക് സമയം കൊടുക്കാൻ മറന്നുപോയി കരിയറിന് വേണ്ടിയിട്ട് ജോലി എടുത്തിട്ടുള്ള ഒരാളാണ്. ഇന്ന് അതിൽ നിന്ന് മാറി എൻ്റെ പ്രാധാന്യങ്ങൾ തിരിച്ചറിഞ്ഞ് എൻ്റെ സമയത്തെ ഏറ്റവും പെർഫെക്റ്റായിട്ട് എൻ്റെ ഗ്രോത്തിന്, എൻ്റെ ഇഷ്ടങ്ങൾക്ക്, എൻ്റെ പർപ്പസിന് വേണ്ടി മാറ്റി വയ്ക്കുന്നതിൻ്റെ ഒപ്പം ഏറ്റവും കൂടുതൽ ഞാനിപ്പോൾ സമയം ചെലവഴിക്കുന്ന ആർക്ക് വേണ്ടിയെന്നറിയുമോ? എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കുടുംബത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ കുടുംബത്തോടൊപ്പമുള്ള ഓരോ നല്ല നിമിഷങ്ങളും എനിക്ക് തരുന്ന സന്തോഷത്തിന് അതിരില്ല. അപ്പോൾ ഞങ്ങളുടെ വീക്കെൻഡുകൾ ഇങ്ങനെയാണ്. അപ്പോൾ ഓരോ വീക്കെൻഡും ഞങ്ങൾ ഇഷ്ടപ്പെട്ട റെസ്റ്റോറൻറ്റിൽ പോകുന്നു, ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ കഴിക്കുന്നു, ചില ദിവസങ്ങളിൽ മൂവി കാണാൻ പോകുന്നു. അപ്പോൾ ഇവയൊക്കെ നമ്മൾക്ക് തരുന്ന ആ ഒരു സന്തോഷം, അല്ലെങ്കിൽ ആ ഓരോ ദിവസവും നമ്മൾക്ക് തരുന്ന നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ടവരുടെ കൂടെയുള്ള സമയം ചിലവഴിക്കൽ നമ്മുടെ ഓരോ ദിവസത്തെ ഒത്തിരി മനോഹരമാക്കാറുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞതെന്നറിയാമോ? വലിയ റെസ്റ്റോറൻറ്റിൽ പോകണം എന്നൊന്നുമില്ല. നമുക്കൊന്ന് ബീച്ചിൽ പോയിട്ട് ഒരു കപ്പലണ്ടി മിഠായി കഴിച്ചാലും നമ്മളുടെ പ്രിയപ്പെട്ട ആൾക്കാരുടെ കൂടെ കൂടുമ്പോൾ ഇമ്പമുള്ള നല്ല നിമിഷങ്ങൾ നമ്മൾ ക്രിയേറ്റ് ചെയ്താൽ നമ്മുടെ ഏറ്റവും കൂടുതൽ സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റും. നമ്മുടെ ഗോളിലേക്ക് ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ലൈഫ് മാജിക്കലി ഹെൽത്തിലും വെൽത്തിലും ഒരു അബണ്ടൻസ് കൊണ്ടുവരാൻ, കരിയറിൽ ഒരു അബണ്ടൻസ് കൊണ്ടുവരാൻ, മണി ഫ്ലോ ചെയ്യാൻ, ഇതൊക്കെ നമ്മളുടെ ഇന്നർ വേൾഡുമായിട്ടുള്ള ആ ഒരു ബന്ധം കൂട്ടിക്കഴിഞ്ഞാലുണ്ടല്ലോ, ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാജിക്കലി ക്രിയേറ്റ് ചെയ്യാൻ ഈ ഒറ്റ കാര്യത്തിന് പറ്റും. അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ വീക്കെൻഡ് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ഒരു കുറച്ച് സമയം ചിലവഴിക്കുക. ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ ആവാം, ചിലപ്പോൾ പുറത്ത് പോയിട്ടാവാം. എന്താണ് നിങ്ങൾ തീരുമാനിക്കണമെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുമോ? അപ്പോൾ എന്തായാലും ഞങ്ങളുടെ ഈ ഒരു വ്ളോഗ് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കാര്യം എന്താ, അങ്ങനെയാണെങ്കിൽ ഓരോ വീക്കെൻഡും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വീഡിയോ ഇടാം കേട്ടോ. അപ്പോൾ എൻ്റെ ഇഷ്ടപ്പെടുന്ന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട യൂട്യൂബ് ഫാമിലിക്ക് ഒത്തിരി നന്ദിയും കടപ്പാടും ഒക്കെ അറിയിക്കുകയാണ്. കാര്യം എന്താ, നിങ്ങൾ എൻ്റെ ഓരോ വീഡിയോസും കണ്ട് ഒത്തിരി നല്ല നല്ല കമൻറ്റ് പറയണതുകൊണ്ടാണ് ഓരോ ദിവസവും എനിക്ക് വീഡിയോസൊക്കെ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. ഇത് നമ്മളിപ്പം ഫോറം മാളിൽ പോയിട്ട് ഒരു മൂവിയൊക്കെ കണ്ട് അത് കഴിഞ്ഞിട്ട് മാരിയോട്ടുണ്ട് ആർട്ടിസ്റ്റിൻ്റെ അവിടെ പോയൊരു ബഫറ്റ് ഡിന്നറൊക്കെ കഴിച്ചിട്ട് തന്ന ഒരു ദിവസമാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു വ്ളോഗ് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ ഓരോ വ്ളോഗുകളും നിങ്ങളിങ്ങനെ സ്വീകരിക്കുന്നതിന് നന്ദി.